ഷാനവാസ് 5 കോയിൻ കയ്യിൽ വെച്ചു, കൊടുത്തതേ ഇല്ല. അതായത് ലക്ഷറി ബജറ്റിലേക്ക് ഒരു ഇതും കൊടുത്തിട്ടില്ല. ഷാനവാസ് പറഞ്ഞത് അത് എന്റെ ഗെയിം എന്നാണ്. പക്ഷെ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ആര്യൻ ഇവിടെ. എന്തെന്ന് പറഞ്ഞാല്, എന്തുകൊണ്ട് നിങ്ങൾ കോയിൻ കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുഡ് റദ്ദാക്കുകയാണെന്ന്. അതായത് ഷാനവാസിന് അടുത്ത തവണയും ഷാനവാസ് കളിച്ചില്ലെങ്കിൽ ഷാനവാസിന്റെ ഫുഡ്, അതായത് ലക്ഷറിയിൽ എടുക്കുന്ന ഫുഡ് റദ്ദാക്കും. ഇതിനകത്തെതിരെ ഒരു വീട്ടുകാർ മൊത്തം നിൽക്കുന്നു. ഫുഡ് ഒരിക്കലും റദ്ദാക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് എന്താ സംഭവം, ഇതെന്താ കാര്യം? ഷാനവാസ് ഇതിനകത്ത് ഗെയിം കളിച്ചതാണോ, അതോ പിഗ്ഗി ബാങ്കിലേക്ക് പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് ഷാനവാസ് ആ കോയിൻ കയ്യിൽ വെച്ചിരുന്നതാണോ? ശരിക്കും പിഗ്ഗി ബാങ്കിലേക്ക് റീഗൽ ജ്വല്ലറിയുടെ ആ ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടുമല്ലോ, ആ ഒരു പ്രൈസിന് വേണ്ടിയിട്ട് ഈ ആഴ്ച ആരെയാണ് സെലക്ട് ചെയ്യുന്നത്, അതിനൊന്നും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്താണ് സംഭവം? ആര്യൻ ഈ ഫുഡ് നിഷേധിച്ച തെറ്റല്ലേ? ഫുഡ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ബജറ്റ് ഫുഡ്. പിന്നെ ഇന്ന് ജയിലിലേക്ക് പോകുന്നത് ജിസേലും ലക്ഷ്മിയാണ്. അതിനകത്ത് ജയിൽ ടാസ്ക് ഉണ്ട്, പ്രതിമ ഉണ്ടാക്കലാണ് ടാസ്ക്. ഇതിനിടയിൽ ഒരു സ്പോൺസേർഡ് ടാസ്ക് നടന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറയാൻ മാറ്റിവെച്ചൊരു കാര്യമായിരുന്നു ആര്യൻ്റെ കാര്യം. അതായത് ഇവിടെ നമ്മുടെ കോയിൻസിനകത്ത് അവർ ലക്ഷറി പോയിന്റ്സ് 20 പോയിന്റ് അവർക്കുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ കോയിൻസ് കളഞ്ഞു വിളിക്കുകയാണ് ചെയ്തതെന്നാണ് നമുക്ക് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് കൊടുത്തില്ല. ഇവർക്ക് ലക്ഷറി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആരും കൊടുത്തിട്ടില്ല. അവരത് സ്വന്തമായിട്ട് വെച്ചു, അത് വേസ്റ്റായി പോയതായിട്ടാണ് ബിഗ് ബോസ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ടാസ്കിലെ ഏറ്റവും നല്ല വീക്കിലി ടാസ്ക് കളിച്ച ആൾക്കാർക്ക് ഓരോ പോയിന്റ് വെച്ച് കിട്ടുമല്ലോ. അതാണ് ഈ മത്സരം അവസാനിക്കുമ്പോൾ ഓരോ കോയിനും എടുത്ത് വെച്ച് പിഗ്ഗി ബാങ്കിൽ ഇട്ടിട്ട് അത് റീഗൽ ജ്വല്ലറിയുടെ ഗിഫ്റ്റ് കിട്ടാനുള്ള ഇതാ പോലും. ഇനി അത് കിട്ടാൻ വേണ്ടിയിട്ട് ഷാനവാസ് വെച്ചതാണോ എന്ന് എനിക്കറിയില്ല. അതിലേക്ക് പോകുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ? എനിക്ക് ഷാനവാസ് കളിച്ചത് വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ലൈവ് അപ്ഡേറ്റ് വരെ ഞാൻ വേസ്റ്റ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോഴാണ് ഒരു കമന്റിൽ ഞാൻ കണ്ടത് ഇനി അതിനു വേണ്ടി വെച്ചതാണോ എന്ന്. അതിനൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? ആ റീഗൽ ജ്വല്ലറിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ ആഴ്ചത്തെയും ടാസ്കുകളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ആൾക്കാരിൽ ഒരാളെയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇനി നാളെയോ ഇന്നോ പറയുമെന്ന് അറിയത്തില്ല. ഇനി അത് ഈ കോയിന്റെ ബേസിസിലായിരിക്കുമോ, അതാണ് എൻ്റെ ഡൗട്ട്. മനസ്സിലായില്ലേ? കോയിന്റെ ബേസിസിലാണെങ്കിൽ ഷാനവാസിന്റെ കയ്യിലാണ് ഏറ്റവും കോയിൻ. അങ്ങനെയാണെങ്കിൽ അത് ഈ കോയിൻ ഷാനവാസിന്റെ കയ്യിലുള്ള കോയിനാണ്, ഇത് മാനദണ്ഡമായിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് ലക്ഷറി ബജറ്റിൽ ഇതുപോലെ ലക്ഷറി ബജറ്റിലേക്ക് വീക്ക്ലി ടാസ്ക് കളിച്ച പോയിന്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരും കൊടുക്കത്തില്ല. കാര്യം ഇതിന് വേണ്ടിയിട്ട് വെക്കും, റീഗൽ ജ്വല്ലറിക്ക് വേണ്ടി വെക്കും. എല്ലാവരും സെൽഫിഷ് ആവും. ഞാൻ എന്തിന് ലക്ഷറി ബജറ്റിലേക്ക് കൊടുക്കണത്, നമുക്ക് റീഗൽ ജ്വല്ലറി കിട്ടാൻ വേണ്ടി, ഡയമണ്ട് നെക്ലസ് കിട്ടാൻ വേണ്ടി വെച്ചാൽ പോരെ? മനസ്സിലായോ? നിങ്ങൾക്ക് പോയിന്റ്സ് മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ഒന്നും ഇന്നത്തെ ലൈവിലൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ആർക്കാണ് ഇത് കിട്ടുന്നത്, ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഇനി അതിനുവേണ്ടി ഷാനവാസ് വെച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഇതിനെ ചൊല്ലിയിട്ട് വീട്ടിലൊരു വാക്ക് തർക്കം നടക്കുന്നുണ്ടായിരുന്നു. അതായത് കോയിൻസ് വെച്ചിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഷാനവാസിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. നീ വേറൊന്നുമില്ല, നീ കോയിൻസ് വെച്ചത് നീ കളഞ്ഞു വിളിച്ചു. 5 കോയിൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കിട്ടിയേനെ എന്ന്. അതായത് ഒരു കോയിൻ പോലും ഷാനവാസ് കൊടുത്തില്ല ഇവർക്ക് ലക്ഷറി ബജറ്റിലേക്ക് വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആര്യം പറഞ്ഞു ഗെയിം ഈസ് ഗെയിം, ഒരിക്കലും ഇനി ലക്ഷറി ബജറ്റിൽ എടുക്കുന്ന ഫുഡ് ഷാനവാസിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ബാക്കിയുള്ളവർ പറഞ്ഞു അത് തെറ്റാണ്, ഫുഡ് കൊടുക്കില്ലെന്ന് പറയാൻ പാടില്ല. ശരിയാണ്, നമ്മുടെ മലയാളം ബിഗ് ബോസിൽ അങ്ങനെ ലക്ഷറി ബജറ്റ് ഫുഡ് എല്ലാവരും എടുക്കും. ഇന്ത്യയിലൊക്കെയാണ് ലക്ഷറി ബജറ്റ് എന്ന് പറഞ്ഞാൽ അത് ജയിക്കുന്ന ടീംസിന് മാത്രമാണ്. ലക്ഷറി ഐറ്റംസ് ജയിച്ച ടീമിന് മാത്രമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, എല്ലാവർക്കും കൊടുക്കും ഫുഡ്. അപ്പോൾ അവിടെ അതൊരു വേറൊരു കാർഡായി. അപ്പോൾ ഉടനെ കുറേ പേര് അയ്യോ അങ്ങനെ പറയരുത്, ഫുഡിനെ ഇതാക്കുന്നത്, ഫുഡ് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ആരും പറ്റില്ല. അപ്പോൾ ആര്യൻ അവിടെ നെഗറ്റീവ് ആവും. നിങ്ങൾക്കറിയാമല്ലോ, ആര്യനാണെങ്കിൽ ഓഡിയൻസിനെ നോക്കി കളിക്കുന്ന ആളല്ല ആര്യൻ. ഞാൻ എല്ലാ വീഡിയോയിലും ആ പയ്യനെ കുറിച്ച് പറയണം, ഓഡിയൻസിനെ നോക്കി കളിക്കാത്ത ഒരാളാണ് ആര്യൻ. ഓഡിയൻസ് എന്ത് ചിന്തിക്കും, എന്ത് പറയും, എന്താ ഒന്നും നോക്കാത്ത, എങ്ങനെയും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആവും. എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു അതൊക്കെ നെഗറ്റീവ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആവും. ആ സംഭവം ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആരും നെഗറ്റീവ് ആവും. സോ അതുകൊണ്ട് ആരും പറയുന്നത് ഫുഡ് റദ്ദാക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ അനുവും നോറയൊക്കെ ഫുഡ് റദ്ദാക്കാൻ പറ്റില്ല, തെറ്റാണെന്ന്. മനസ്സിലായില്ലേ? എന്നാൽ ആ തെറ്റാ. ഈ ഒരു നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ലക്ഷറി ബജറ്റിൻ്റെ ഫുഡ് എല്ലാവരും കഴിക്കും. മറ്റ് ബിഗ് ബോസുകളിൽ അവർ ലക്ഷറി ബജറ്റ് ഐറ്റംസ് എടുത്ത ആൾക്കാർക്ക് മാത്രമാണ് ആ ഫുഡ്, ഈ കോഫി അതൊക്കെ. ഇവിടെ നമുക്ക് പാലൊന്നും ഇല്ലല്ലോടാ, ഇവിടെ ഒന്നുമില്ല. നമ്മുടെ മലയാളം ബിഗ് ബോസിന് ലക്ഷറി ബജറ്റൊക്കെ പാലും മുട്ടയൊക്കെ ലക്ഷറി ബജറ്റിലാണ് വരുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വാഗ്വാദം ഇവിടെ നടന്നു കേട്ടോ. അപ്പം അവിടെ അനുവൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ 1000 പോയിന്റ് കളഞ്ഞു വിളിച്ചതോ, അതിന് നല്ല ടോപ്പ് പോയിന്റാണ് അനു എടുത്തിട്ടത്. നിൻ്റെ 1000 പോയിന്റ് നീ കളഞ്ഞു വിളിച്ചത് ഇതിന് വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ആരിനും മിണ്ടാട്ടം ഇല്ല ആരിന്. മനസ്സിലായ കാര്യം തന്നെ 1000 പോയിന്റ് പുള്ളിക്കാരൻ കളഞ്ഞു വിളിച്ചു.
മുടി വെട്ടിയിട്ട് 1000 പോയിന്റ് തരണമായിരുന്നു. അപ്പോൾ പറയാണ് അങ്ങനെയാണെങ്കിൽ 750 രൂപ ഫാമിലി റൗണ്ടിൽ കളഞ്ഞതല്ലേ എന്ന്. അത് ശരിയല്ല. അങ്ങനെ ഷാനവാസ് 5 പോയിന്റ് കളഞ്ഞു, അത് ശരിയാണ്. ഷാനവാസ് ചെയ്ത മണ്ടത്തരമാണ്. പക്ഷെ മുടി വേറെ, ഈ കോയിൻ വേറെ കേട്ടാ. മുടി കോയിൻ ഷാനവാസിന് കൊടുക്കാമായിരുന്നു. ഇവിടെ അനുവിന്റെ ചോദ്യത്തിന്റെ ആര്യൻ ഉത്തരം മുട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ 1000 പോയിന്റ് ആര്യനും കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയും ഒരു വഴക്കും അവിടെ നടന്നു കേട്ടോ. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, കാര്യം അത് വിട്ടുപോയ കാര്യമാണ്. ഇനി അടുത്തത്, ഇന്ന് ഒരു സ്പോൺസേർഡ് ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബർജർ ഈസി ക്ലീൻ്റെ സ്പോൺസേർഡ് ടാസ്ക് ആണ്. ഓർമ്മപ്പാതയിലൂടെ എന്ന് പറഞ്ഞിട്ട് 8 പേര് 2 ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അത് 2 ജഡ്ജസ് ഉണ്ട്, അനീഷും പ്രവീണും. അതായത് കുട്ടിക്കാലത്തിലെ ഓർമ്മകൾ കുറെ ചിറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ബർജറിന്റെ പെയിന്റ് ചെയ്ത ആ ഒരു ബോർഡിൽ ഇവർ ഇത് വരച്ച് കാണിക്കണം. ഓരോ ടീമിലും ഓരോ അംഗങ്ങൾ വരച്ച് കാണിക്കും. അതെന്ത് ഓർമ്മയാണെന്ന് മറ്റുള്ളവർ പറയണം, ഗസ് ചെയ്ത്. ടീം എയിൽ അഭി, അനു, നിവീൻ, നൂറ, ആദില, ഷാനവാസ്, ജിഷിൻ, ബിന്നി. ടീം ബിയിൽ ആര്യൻ, ഒനീൽ, അക്ബർ, ജിസേൽ, മസ്താനി, ലക്ഷ്മി, സാബുമോൻ ആൻഡ് റന. അങ്ങനെ ടീം എന്ന് ബിന്നി വരുന്നു. അവർക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓണത്തിന് പൂക്കളം ഇടുന്നതാണ്, അത് പറയുന്നു കറക്റ്റായിട്ട്. ടീം ബിന്ന് ഒനീൽ വരുന്നു, പട്ടം പറത്തി കളിക്കുന്നതാണ്, അത് കറക്റ്റായിട്ട് പറയുന്നു. ആര്യൻ ഇച്ചിരി കൂടുതലാണ്. ആര്യൻ അവിടെ കിടന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അനീഷിനെ. അപ്പോൾ ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുകയാണ്. എൻ്റെ ദൈവമേ, ഈ പയ്യനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, ഇങ്ങനെ 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 സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ടീം എയിൽ ബിന്നി വന്നിട്ട് വിനോദയാത്രയാണ് കാണിക്കുന്നത്, അത് കറക്റ്റായിട്ട് കിട്ടുന്നു. ടീം ബിയിൽ ജിസേൽ വന്നിട്ട് മീൻ പിടിക്കുന്നതാണ്, കുളത്തിൽ മീൻ പിടിക്കുന്ന കാണിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളേ. അത് കഴിഞ്ഞ് ടീം എയിൽ അഭി ഉറിയടിയാണ് കാണിക്കുന്നത്, അത് കറക്റ്റായിട്ട് പറയുന്നു. ടീം ബി റന വന്നിട്ട് മഴയത്ത് ഡാൻസ് കളിക്കുന്നത് വരയ്ക്കുന്നു, അത് കറക്റ്റായിട്ട് പറയുന്നു. ടീം എ അനുമോൾ വന്നിട്ട് മരത്തിൽ കെട്ടിയ ഊഞ്ഞാലിൽ ആടുന്നത് കാണിക്കുന്നുണ്ട്. ടീം ബിയിൽ അക്ബർ വള്ളം കളി, അതെല്ലാം അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ടീംസ് വിജയിച്ചതായിട്ടാണ് പറഞ്ഞത്. സ്പോൺസേർഡ് ടാസ്ക് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് വേറൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ജിസേലാണ് നമ്മുടെ ജയിലിലേക്ക് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ട് ജയിലിൽ പോകണം? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ഒരു ജയിൽ ടാസ്ക് കിട്ടുമല്ലോ. ജിസേലും ലക്ഷ്മിയും അവർക്ക് കിട്ടുന്ന ടാസ്ക് എന്ന് പറയുന്നത് കളിമൺ പ്രതിമ ഉണ്ടാക്കുക. ജയിലിന്റെ മുന്നിൽ ഓരോരുത്തർ വന്നിരിക്കും, അവരെ വെച്ചിട്ട് കളിമൺ പ്രതിമ, അവരെ നോക്കി അതേപോലത്തെ പ്രതിമ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മെയിൻ വിഷയങ്ങൾ. എന്തെങ്കിലും ഉണ്ടാവും നോക്കാം, യാത്രയാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.